ബിഗ് ബോസ് മലയാളം സീസൺ 7 ഈ ആഴ്ചത്തെ നോമിനേഷൻ പ്രക്രിയ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ നോമിനേഷൻ ഒരു പ്രത്യേകതയുണ്ട്. കൺഫെഷൻ റൂമിൽ പോയി രഹസ്യമായി നോമിനേറ്റ് ചെയ്യുകയുമല്ല, പ്ലാസ്മ ടിവിയുടെ മുൻപിൽ എല്ലാവരെയും വിളിച്ചിരുത്തി ലിവിംഗ് റൂമിൽ നിന്നുകൊണ്ടുള്ള ഓപ്പൺ നോമിനേഷനുമല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ജോലികൾ തുടരാം. ആ സമയത്ത് നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിങ്ങളുടെ പേർ വിളിക്കും. ആ ശബ്ദം കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നോമിനേറ്റ് ചെയ്യാനുള്ള ആൾക്കാരുടെ പേരും പറയുക, കാരണങ്ങളും പറയുക. ആദ്യമായി പേർ വിളിക്കപ്പെട്ടത് അനീഷിൻ്റെതാണ്. അനീഷ് രണ്ടാൾക്കാരെ ചൂണ്ടിക്കാട്ടുന്നു. ഒന്ന് സാബുമാൻ, രണ്ട് നൂറ. സാബുമാനെ കുറിച്ച് അനീഷ് പറഞ്ഞ ആരോപണം, വീക്കിലി ടാസ്കിൽ നന്നായി പെർഫോം ചെയ്തില്ല. ഈ വീട്ടിൽ മിക്ക വ്യക്തികളോടും കാര്യമായിട്ട് അദ്ദേഹം മിങ്കിൾ ചെയ്യാറില്ല. സ്വന്തമായി അയാൾക്ക് അഭിപ്രായങ്ങളില്ല. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ ഏറ്റുപിടിക്കുക. അയാളെ മറ്റു പല ആൾക്കാരുമാണ് പറഞ്ഞ് ധരിപ്പിക്കുന്നത് കാര്യങ്ങൾ. അതുമാത്രമാണ് അയാൾ പറയുന്നത്. ചുരുക്കത്തിൽ സാബുമാൻ സേഫ് സോണിൽ നിന്നുകൊണ്ട് സേഫ് ആയിട്ടുള്ള ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സെക്കൻഡ് നോമിനേഷൻ നൂറ. നൂറയുടെ ശബ്ദം ഈ വീട്ടിൽ ഇപ്പോൾ കേൾക്കാറേയില്ല. വെറുതെ ചിരിച്ചു നടക്കുകയാണ് നൂറ. ഒരുപാട് പൊട്ടൻഷ്യൽ ഉള്ള ഒരു കുട്ടിയാണ്, പക്ഷേ അതൊന്നും പുറത്തെടുക്കുന്നില്ല. സേഫ് ഗെയിം കളിച്ചുകൊണ്ടാണ് നൂറയും പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ രണ്ടാൾക്കാരെ നോമിനേറ്റ് ചെയ്യുകയാണ്. ഇത് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ നോമിനേഷൻ പ്രക്രിയ ആരംഭിച്ചിരിക്കുന്നത്. നോമിനേഷൻ റെഗുലറായിട്ട് അങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയല്ല, കുറേ സമയത്തെ ഗ്യാപ്പ് ഉണ്ട്. ഇതിനിടയിലാണ് ഓരോരുത്തരുടെ പേരുകൾ വിളിക്കുകയും നോമിനേഷൻ പരിപാടി നടക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് അടുത്ത നോമിനേഷനുകൾ വരുന്ന മുറയ്ക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും.